ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് നല്ലൊരു സോയ ചങ്ക്സ് ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ഒരു ലെൻ ടൈം അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ സോയ ചങ്ക്സ് നിങ്ങൾക്കറിയാം ഒരുപാട് ഗുണങ്ങളുണ്ട്, വെയിറ്റ് ലോസിനും പിന്നെ റിച്ച് പ്രോട്ടീനൊക്കെ ഇതിലുണ്ട്. പക്ഷേ എപ്പോഴും ഇത് കഴിക്കുന്നതും ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ആഴ്ചയിൽ 2 ദിവസമൊക്കെ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കണം. അപ്പോൾ നമുക്കൊട്ട് സമയം കളയണ്ട, വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. സോയ ചങ്ക്സ് ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഇതേപോലത്തെ ചെറിയ സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. വലിയ സൈസിൽ മാർക്കറ്റിൽ കിട്ടും. അപ്പം ഞാൻ എപ്പോഴും ഇതുപോലെ ചെറുതാണ് വാങ്ങാനുള്ളത്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് റോസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ ഇത് കുതിർത്തെടുത്തതിന് ശേഷം നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുതിർത്തെടുക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ്സൊക്കെ ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ ഇത് കറക്റ്റ് നല്ല വേവായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ്സൊക്കെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും കറക്റ്റ് സോഫ്റ്റായിട്ട് ഇത് വേവായിട്ട് കിട്ടും. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഒരു 2-3 മിനിറ്റ്സൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഒരുപാട് സമയമൊന്നും തിളപ്പിക്കേണ്ട കേട്ടോ. ഇത് വളരെ സോഫ്റ്റാണ്, പെട്ടെന്ന് തന്നെ ഇത് വേവായിട്ട് വരും. ഇപ്പോൾ കുതിർത്ത് വെക്കണമെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചാലും മതി. അപ്പോൾ പെട്ടെന്ന് കുതിർത്ത് വെക്കാൻ സമയം കിട്ടിയില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതുപോലെ വെള്ളത്തിലൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം കുക്ക് ചെയ്താൽ മതി. അപ്പം ഞാനൊന്ന് അടച്ചു കൊടുക്കുകയാണ് കേട്ടോ. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ്സ് ആയിട്ടുണ്ട്. സോയ ചങ്ക്സ് ഒക്കെ നല്ല സോഫ്റ്റായിട്ട് കുറച്ചുകൂടെ കണ്ടോ ഒന്ന് വലുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഞാനിവിടെ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്കതിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇത് 2-3 വട്ടം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതിന് ചെറിയൊരു പത പോലെ വരും. ആ പത പോകുന്നവരെ കഴുകിയെടുക്കണം. 2-3 വട്ടം കഴുകിയെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു പത മാറിയിട്ട് നല്ല ക്ലിയർ ആയിട്ട് വെള്ളം കിട്ടും. എന്നിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമൊക്കെ മാറ്റിയെടുക്കണം. വെള്ളം ഉണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയിട്ട് വരാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. ഇപ്പോൾ നന്നായിട്ട് ഞാൻ സ്ക്യൂസ് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ, ഇപ്പം നമ്മൾ ഒരുപാട് ഓയിൽ ആദ്യമേ ചേർത്ത് കൊടുക്കണ്ട. കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്ത് നമ്മൾ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നീട് വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ബീഫ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കില്ലേ, അതുപോലെ തന്നെ ആ ഒരു തേങ്ങക്കൊത്തൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ശരിക്കും ആ ഒരു ബീഫൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ തേങ്ങക്കൊത്ത് ഒരുപാട് സമയം ഇങ്ങനെ ഇളക്കണ്ട. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു പകുതി സവാളയും പിന്നെ ഒരു 6-7 ചെറിയ ഉള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ തീ അല്പം കൂട്ടി വെച്ചോളൂ, പെട്ടെന്ന് തന്നെ വഴന്നിട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഇല്ലാണ്ട് സവാളയിൽ തന്നെ, സവാളയാണെങ്കിൽ ഒരു സവാളയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1.5 കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു സവാള മതി. ഞാനിവിടെ പകുതി സവാളയും കുറച്ച് ഉള്ളിയും എടുത്തേക്കുന്നത്. ഒരു വലിയ പച്ചമുളകും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും മതി. പക്ഷേ ഈ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. അപ്പോൾ സവാള നന്നായിട്ട് ഇതുപോലെ കണ്ടു, ഇതൊരു നല്ല മൊരിഞ്ഞ് വരണം. ഇപ്പോൾ സവാളയും ഉള്ളിയും ആ തേങ്ങക്കൊത്തും ഒക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ കുറച്ച് വയ്ക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന മീറ്റ് മസാല, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി പൊതുവേ ഞാൻ വളരെ കുറച്ച് ചേർക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർക്കുന്ന ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാമേ. ഞാൻ വളരെ കുറച്ചേ ചേർത്ത് കൊടുത്തുള്ളൂ, ജസ്റ്റ് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം ചേർത്തുന്നേ ഉള്ളൂ. ഇപ്പം മസാലയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഇങ്ങോട്ട് മാറി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സ്ക്യൂസ് ചെയ്ത് മാറ്റി വെച്ച സോയ ചങ്ക്സ് കൂടി ഇട്ട് നന്നായിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ബീഫ് റോസ്റ്റൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് സമയം വേണ്ടേ, ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. പക്ഷേ പെട്ടെന്ന് ഇത് റോസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി തീ കൂട്ടി വയ്ക്കരുത്, നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോകും. സിം ഫയറിലിട്ടിട്ട് വേണം ഇത് റോസ്റ്റാക്കി എടുക്കാനായിട്ട്. അപ്പം ഇത്
നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് ഒരുപാട് എണ്ണ വേണ്ട. നോൺ സ്റ്റിക്ക് അല്ലാത്തപ്പോൾ അലുമിനിയം പാത്രങ്ങളിലൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 10-12 മിനിറ്റൊക്കെ ഒന്ന് 10-12 മിനിറ്റ്സൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക നന്നായിട്ട് ഡ്രൈ റോസ്റ്റായിട്ട് കിട്ടും. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയൊക്കെ ലാസ്റ്റ് മൊമെൻറ്റിൽ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രഷ് ടേസ്റ്റ് കിട്ടും. എന്നാൽ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയാണ് കുറച്ചുകൂടെ ആ ഒരു ഫ്രഷ് ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സോയാ ചങ്ക്സ് ഡ്രൈ റോസ്റ്റ്. ഞാനൊരു ഇത്തിരി വിനിഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനാണ്, ചെറിയൊരു പുളി വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. വിനിഗറൊക്കെ പുളി ആയതുകൊണ്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പ് ഇത്തിരി ചേർത്ത് കൊടുക്കേണ്ടി വരും. ഉപ്പിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ്. വിനിഗർ ഇല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതി. പുളിയുടെ ടേസ്റ്റ് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇപ്പോൾ കണ്ടോ നല്ല ഡാർക്ക് കളറിൽ വന്നിട്ടുണ്ട്, നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്തിരി ക്രഷ്ഡ് ചില്ലി കൂടി ചേർത്ത് കൊടുക്കുന്നത്, നമ്മുടെ മറ്റേ ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിൽ അല്പം സ്പൈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും സ്പൈസി ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയൊക്കെ അളവൊക്കെ ഒന്ന് കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും കഴിക്കും. ഒരുപാട് ഇങ്ങനെ സ്പൈസി ഒന്നുമല്ല, ഒരു മീഡിയം സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മൾ ചോറിൻ്റെ കൂടെയും ഡിന്നർ റെസിപ്പീസ് കൂടെ ഒക്കെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. അണ്ടിൽ ദെൻ ബൈ ബൈ.